ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ കണ്ഠരര് രാജീവരെ ICUവിൽ പ്രവേശിപ്പിച്ചു. മെഡിക്കൽ കോളേജിലെ MSc ICU 1-ലാണ് കണ്ഠരര് രാജീവരെ പ്രവേശിപ്പിച്ചത്. കൂടുതൽ പരിശോധനയ്ക്കായി തന്ത്രി അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തു. ഇന്ന് രാവിലെ കണ്ഠരര് രാജീവർക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ജയിലിൽ നിന്ന് ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. ആദ്യം തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോയിരുന്നത്. അവിടെ നിന്ന് ECG അടക്കമുള്ള പരിശോധനകൾ നടത്തുകയും പിന്നീട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയുമായിരുന്നു. ജനനായകൻ സുപ്രീം കോടതിയിലേക്ക്. ജനനായകൻ സിനിമയ്ക്ക് അനുമതി നിഷേധിച്ച ഡിവിഷൻ ബെഞ്ച് വിധിക്കെതിരെ നിർമ്മാതാക്കൾ സുപ്രീം കോടതിയെ സമീപിച്ചു. ചിത്രത്തിന് പ്രദർശനാനുമതി നൽകണമെന്നാവശ്യപ്പെട്ടാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. സിനിമയ്ക്ക് ഉടൻ UAA സർട്ടിഫിക്കറ്റ് നൽകണമെന്ന് തമിഴ്നാട് ഹൈക്കോടതി ഉത്തരവാണ് ശനിയാഴ്ച ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്തത്. കഴിഞ്ഞ ദിവസം സെൻസർ ബോർഡാണ് ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചത്. ഇതിലാണ് ഇപ്പോൾ സ്റ്റേ വന്നിരിക്കുന്നത്. തുടർവാദം കേൾക്കുന്നതിനായി കേസ് ജനുവരി 21-ലേക്കാണ് മാറ്റിവെച്ചിരിക്കുന്നത്. ഇതോടെ സിനിമയുടെ റിലീസ് വൈകുമെന്ന് ഉറപ്പായി. പൊങ്കൽ റിലീസായി ചിത്രം എത്തിക്കാനായിരുന്നു അണിയറ പ്രവർത്തകരുടെ ശ്രമം. അതേസമയം ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന തീരുമാനങ്ങൾക്കെതിരെ കലാകാരന്മാർ ഒന്നിച്ചു പോരാടണമെന്നും കമലഹാസൻ എക്സിൽ പോസ്റ്റ് കുറിച്ചു. ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ വിവാദ പരാമർശത്തിൽ AK ബാലന് പിന്തുണയുമായി CPIM. മറാഠിനെ കുറിച്ച് പറഞ്ഞാൽ എന്താണ് പ്രശ്നമെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ചോദിച്ചു. ജമാഅത്തെ ഇസ്ലാമി തീവ്രവാദ സംഘടനയാണെന്ന് ഉമ്മൻചാണ്ടി സർക്കാർ കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിട്ടുണ്ടെന്നും ഗോവിന്ദൻ ചൂണ്ടിക്കാട്ടി. പരാമർശത്തിൽ നിന്ന് ഒരടി പിന്മാറില്ലെന്നും ജീവിതാവസാനം വരെ മാപ്പ് പറയില്ലെന്നും AK ബാലനും പറയുന്നു. ലത്തീൻ സഭ വിവാദത്തിൽ വിശദീകരണവുമായി കൊച്ചി മേയർ VK മിനിമോൾ. നടത്തിയത് വൈകാരിക പ്രതികരണമായിരുന്നുവെന്നും എല്ലാ സംഘടനകളും വ്യക്തികളും സഹായിച്ചിട്ടുണ്ടെന്നും VK മിനിമോൾ പറഞ്ഞു. എല്ലാവരോടുമുള്ള നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നും പാർട്ടി തന്റെ സീനിയാരിറ്റിയും കഴിവും പരിഗണിച്ചാണ് മേയർ പദവി നൽകിയതെന്നും VK മിനിമോൾ പറഞ്ഞു. ലത്തീൻ സമുദായത്തിന്റെ ഉറച്ച ശബ്ദം ഉയർത്തുന്നതിന്റെ തെളിവാണ് തനിക്ക് ലഭിച്ച മേയർ പദവിയെന്നായിരുന്നു VK മിനിമോളുടെ വെളിപ്പെടുത്തൽ. ഇതിലാണിപ്പോൾ മിനിമോൾ വിശദീകരണവുമായി രംഗത്തെത്തിയത്. മേയറെ തീരുമാനിച്ചതിന് പിന്നിൽ സഭയുടെ സമ്മർദ്ദമില്ലെന്ന് കോൺഗ്രസ് നേതാക്കളുടെ വാദം പൊളിക്കുന്നതാണ് മേയറുടെ പ്രസ്താവന.